ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. ബ്രേക്ക് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അത് നമുക്ക് അത്യാവശ്യം ആ ലൈനർ വരഞ്ഞിട്ടുള്ള പൊടി അതിനകത്ത് വന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ആ സൗണ്ട് കാര്യങ്ങളുള്ളത്. ഒരല്പം കുറവൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കയറ്റിയിടാം. പിന്നെ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ആ സ്പോക്കറ്റുമേക്ക് കണക്ട് ചെയ്യണ ആ റബ്ബറുണ്ടല്ലോ, ആ റബ്ബറൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓനായിട്ട് കിട്ടില്ല, സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. ചെയിനൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. ചെയിൻ പൊടിക്ക് ലൂസുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കണ്ട. അപ്പോൾ നമുക്കിതും ഇരിക്കണ ബാറ്ററി മറ്റേ ലെഡ് ആസിഡ് ബാറ്ററി ഇരിക്കണേ. അത് നമ്മളത് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കണുണ്ട്. ഇരിക്കണത് നമുക്ക് വേണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.16 വോൾട്ട് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബാറ്ററി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിലനിർത്താം. കിക്കർ ഉള്ളത് കൊണ്ട് ഒരു സെക്കൻഡറി ഓപ്ഷനായിട്ട് കുറച്ചൊക്കെ ഓടിക്കാൻ വേണ്ടി സെൽഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ കാലത്ത് മാത്രം ഒന്ന് സെൽഫ് അടിക്കലൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൊണ്ടുകൊടുക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് തീരെ പറ്റാണ്ടായിക്കുമ്പോൾ മാറ്റിക്കളയാം. മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഇനി ലെഡ് ആസിഡൊന്നും വെക്കേണ്ട, ഡ്രൈ ടൈപ്പ് മറ്റേ ആമറോണിൻ്റെ ഏതെങ്കിലും വെച്ചാൽ മതി. കുറേ കൂടി ബെറ്റർ അതാണ് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എയർ ഫിൽറ്റർ ഈ പറഞ്ഞ പോലെ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ ഹെഡിനകത്തേക്കുള്ള കരിയുടെ അളവ് എയർ ഫിൽറ്ററിന് നോക്കുമ്പോൾ അതും പ്രകാരമാണ് വരാം. കാരണം എയർ ഫിൽറ്റർ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ നമുക്ക് കൂടുതൽ നമ്മൾ പവർ ആവശ്യം വരുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കും. അപ്പോൾ പെട്രോൾ കൂടുതൽ കാർബറേറ്ററിന് വലിച്ചിറക്കും. അത് എൻജിൻ ഹെഡിലേക്ക് ചെല്ലുമ്പോൾ അത് ഇഗ്നിഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് പൊല്യൂഷനായിട്ടൊക്കെ അതിനകത്ത് അവശേഷിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം എയർ ഫിൽറ്ററിൽ എയർ ഫിൽറ്ററും പ്ലഗ് ശരിക്കും നമുക്കൊരു 10,000 കിലോമീറ്ററാണ് അതിൻ്റെ നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ. 10,000 എന്നുള്ളൊരു 12,500 12,000 കിലോമീറ്ററൊക്കെ വേണമെങ്കിൽ ഓടിക്കാമെന്ന് മാത്രം. അത് ഓരോ ഏരിയ അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. പൊടി കൂടുതലുണ്ടെങ്കിൽ ഈ 10,000 എന്നുള്ളത് കുറച്ച് നേരത്തെ മാറ്റേണ്ടി വരും. ആവറേജ് നോക്കുമ്പോൾ ഒരു 10,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്ത് പോകണമെങ്കിൽ പക്കയായിട്ട് എൻജിൻ നല്ല ഫ്രഷായിട്ട് ഇരിക്കും. ഒരുപാട് കാര്യങ്ങൾ കയറില്ല. അപ്പം അങ്ങനത്തെ അപ്പോൾ അത് ശരിക്കും അത് മാറുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമുക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. കാലിപ്പുറം അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റണം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാറ്റേണ്ടതാണ് പ്ലഗ് കേട്ടോ. എയർ ഫിൽറ്ററും പ്ലഗും കൂടി സെറ്റായിട്ട് നമുക്ക് മാറ്റേണ്ടതാണ്. പിന്നെ ഫ്രണ്ട് നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഇവിടുത്തെ കോൺസെപ്റ്റിൻ്റെ ചെറിയൊരു അടിയുണ്ട്. അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. മീറ്ററിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് തെളിയുന്നില്ല, പാർക്ക് ലൈറ്റ് തെളിയുന്നില്ല. പിന്നെ എൻ്റെ ഈ ആക്സിലേറ്ററിൻ്റെ ഈ കേബിൾ ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഔട്ടർ പൊട്ടിയുണ്ട് ഈ സൈഡ് കണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ വലിയ ടൈറ്റൊന്നും ആയിട്ടില്ല, പക്ഷേ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി വെള്ളം ഇറങ്ങുമ്പോൾ ആക്സിലേറ്റർ ടൈറ്റ് കാണിക്കും. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാൽ നല്ലതാണ്. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ടയർ ഇതൊക്കെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട വർക്ക്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട പാർട്സുകളൊന്നും പറയാം. ഒന്ന് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം. അത് നമുക്ക് അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലെ വീലിൻ്റെ റബ്ബർ സെറ്റ് മാറ്റാം. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ പറഞ്ഞ എഞ്ചിൻ ഓയിൽ മാറ്റാം. ഈ മീറ്ററിനകത്തൊരു ബൾബ് പോയിട്ടുണ്ട്, ആ പാർക്ക് ബൾബ്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾസ് നോക്കിയിട്ടൊന്ന് പറയും. അതുകൂടി മാറ്റുകയാണെങ്കിൽ മാറ്റിയാൽ ബാക്കിയതൊക്കെ നമുക്ക് അത്യാവശ്യം ക്ലീനിങ്ങും കോൺസെപ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. അതൊക്കെ ചെയ്താൽ മതി. വേറെ അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.